ഈശോ വധിക്കപ്പെടാതിരിക്കാൻ അവന് വേണ്ടി വാദിച്ച ഒരു റോമാക്കാരി. പീലാത്തോസിന്റെ ഭാര്യയെന്ന് സുവിശേഷം അവളെ വിളിക്കുന്നു. എന്നാൽ പീലാത്തോസ് അവളുടെ അപേക്ഷ നിരസിച്ചുകൊണ്ട് ഈശോയെ മരണത്തിന് വിധിച്ചു. എന്നാൽ പിന്നീട് ഈ റോമാക്കാരി സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം തിരുവചനം. അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. ഈശോയെ മരണത്തിന് വിധിക്കുന്നതിൽ നിന്ന് പീലാത്തോസിനെ തടയാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് ഈ വചനങ്ങളിൽ നാം കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ത്രീകളുടെ പേര് പരാമർശിക്കാതെ ഒരാളുടെ ഭാര്യ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന അനേകം സ്ത്രീകളുണ്ട്. അവരിൽ ഒരാളാണ് പീലാത്തോസിന്റെ ഭാര്യ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വാക്യത്തിൽ ഈ സ്ത്രീ കടന്നു വരുന്നു. അവൾ കണ്ട സ്വപ്നം എന്താണെന്നോ അവളുടെ പേരെന്താണെന്നോ ഒരു സൂചനയും നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാൽ സഭാ പാരമ്പര്യങ്ങൾ അവൾക്ക് നൽകുന്ന പേര് ക്ലോഡിയ അഥവാ ക്ലൗഡിയ, അതുമല്ലെങ്കിൽ ക്ലൗദിയ എന്നാണ്. ഈ 3 പേരുകളും ഒരേ വാക്കിന്റെ പല ശൈലിയിലുള്ള ഉച്ചാരണം മാത്രമാണ്. അതായത് പരിശുദ്ധ അമ്മയുടെ പേര് മറിയം, മേരി, മരിയ എന്നൊക്കെ അറിയപ്പെടുന്നത് പോലെ. തിരുസഭയിലെ ഏറ്റവും വലിയ ദർശകരിൽ ഒരാളായ വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചിന് ലഭിച്ച ദർശനങ്ങളിൽ നിന്ന് ക്ലോഡിയയുടെ ജീവിതം നമുക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്ലോഡിയ എന്ന് തന്നെയാണ് വാഴ്ത്തപ്പെട്ട ആൻ കാതറിന് ലഭിച്ച ദർശനങ്ങളിൽ അവളുടെ പേര്. അവൾക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചും അവൾ ഈശോയെ വധിക്കരുതെന്ന് പീലാത്തോസിനോട് അപേക്ഷിച്ചതും ആൻ കാതറിൻ ഇങ്ങനെ വിവരിക്കുന്നു. യഹൂദർ ഈശോയെ ഹെറോദിന്റെ പക്കലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസ് തന്റെ ഭാര്യയായ ക്ലോഡിയയുടെ അടുക്കലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ചേരാൻ അവൾ തിടുക്കം കൂട്ടി. രണ്ടുപേരും ഒരുമിച്ച് കൊട്ടാരത്തിന്റെ മേൽത്തളങ്ങളിൽ ഒന്നിനു മീതെയുള്ള ഒരു ചെറിയ ഉദ്യാന ഭവനത്തിലേക്ക് പോയി. ക്ലോഡിയ വളരെ വികാരഭരിതയും ഭയത്തിന് അടിപ്പെട്ടവളുമായി കാണപ്പെട്ടു. പൊക്കമുള്ള സുന്ദരിയായ ആ സ്ത്രീ നന്നേ വിളറിയിരുന്നു. അവൾ മുടിമെടഞ്ഞ് ചെറുതായി അലങ്കരിച്ചിരുന്നു. ഭാഗികമായി നീളമുള്ള ഒരു ശിരോവസ്ത്രം കൊണ്ട് അത് മറച്ചിരുന്നു. ആ ശിരോവസ്ത്രം അവളുടെ തോളുകളുടെ മീതെ ചാരുതയോടെ പതിച്ചു. അവൾ കമ്മലുകളും നെക്ലേസും ധരിച്ചു കാണപ്പെട്ടു. അവളുടെ ഒഴുകുന്ന വസ്ത്രം ഒരു തരം കൊളുത്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തിരുന്നു. അവൾ പീലാത്തോസിനോട് വളരെ നേരം സംഭാഷണം നടത്തി. പ്രവാചകനായ പരിശുദ്ധരിൽ പരിശുദ്ധനായ ഈശോയെ ഉപദ്രവിക്കരുതെന്ന് അവൾ തന്റെ ഭർത്താവിനോട് കേണപേക്ഷിച്ചു. തലേ രാത്രിയിൽ തനിക്കുണ്ടായ അസാധാരണമായ സ്വപ്നങ്ങളെ അഥവാ ദർശനങ്ങളെപ്പറ്റി അവൾ പറഞ്ഞു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദർശനങ്ങളുടെ മുഖ്യ ഭാഗങ്ങൾ ഞാൻ കണ്ടു. താഴെ പറയുന്നവയാണ് ഏറ്റവും ശ്രദ്ധേയം. ഒന്നാമതായി, നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ: മംഗളവാർത്ത, തിരുപ്പിറവി, ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും ആരാധന, ശിമയോന്റെയും അന്നയുടെയും പ്രവചനങ്ങൾ, ഈജിപ്തിലേക്കുള്ള പലായനം, നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കൊല, നമ്മുടെ കർത്താവിന്റെ മരുഭൂമിയിലെ പ്രലോഭനം, അതുപോലെ ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങളും നിദ്രയിൽ അവൾ കണ്ടു. കർത്താവ് എപ്പോഴും അത്യുജ്വലമായൊരു പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. അവിടുത്തോട് പകയുള്ളവരും ക്രൂരന്മാരുമായ ശത്രുക്കളാകട്ടെ സമീപിക്കാവുന്ന ഏറ്റവും ഭയാനകവും ജുഗുപ്സാവഹവുമായ രൂപങ്ങളിലാണ് കാണപ്പെട്ടത്. ഈശോയുടെ തീവ്രമായ സഹനങ്ങൾ, അവിടുത്തെ ക്ഷമ, അവിടുത്തെ അറുതിയില്ലാത്ത സ്നേഹം, അതുപോലെ തന്നെ അവിടുത്തെ പരിശുദ്ധ മാതാവിന്റെ മനോവ്യത, അവളുടെ പരിപൂർണ സമർപ്പണം എന്നിവയെല്ലാം അവൾ കണ്ടു. ഈ ദർശനങ്ങൾ പീലാത്തോസിന്റെ ഭാര്യയിൽ ഏറ്റവും വലിയ ആകുലതയും കൊടും ഭീതിയും കൊണ്ട് നിറച്ചു. ഇത്തരത്തിലുള്ള ഭയാനക രംഗങ്ങളുടെ കാഴ്ച അവളുടെ മൃദുല വികാരങ്ങളെ സ്പർശിച്ച് മനോവേദനയുളവാക്കി. രാത്രികാലം മുഴുവനും ഈ ദർശന നിമിത്തം അവൾ വളരെയധികം വേദന അനുഭവിച്ചു. പിന്നീട് ആൻ കാതറിന്റെ ദർശനങ്ങളിൽ ക്ലോഡിയ കടന്നു വരുന്നത് ഈശോയെ ചമ്മട്ടിയടിക്കുമ്പോഴാണ്. തന്റെ അപേക്ഷ സ്വീകരിച്ച തന്റെ ഭർത്താവ് ചമ്മട്ടിയടിച്ചതിന് ശേഷം ഈശോയെ വിട്ടയക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാവണം അതീവ വ്യാകുലയായി തന്റെ മകന്റെ വേദനകൾ കണ്ടുകൊണ്ട് നിന്നിരുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് ക്ലോഡിയ കുറെ ലിനൻ തുണികൾ കൊടുത്തയച്ചു. ആൻ കാതറിൻ ഇങ്ങനെ പറയുന്നു: ചമ്മട്ടിയടിക്ക് ശേഷം ഈശോ കൽത്തൂണിന്റെ ചുവട്ടിൽ വീണപ്പോൾ പീലാത്തോസിന്റെ ഭാര്യയായ ക്ലോഡിയ ദൈവമാതാവിന് കുറെ വലിയ ലിനൻ തുണികൾ കൊടുത്തയച്ചത് ഞാൻ കണ്ടു. ഒരുപക്ഷെ
ഒരുപക്ഷെ തന്റെ ഭർത്താവ് ഈശോയെ വിട്ടയക്കുമെന്നും അപ്പോൾ അവിടുത്തെ മുറിവുകൾ വെച്ച് കെട്ടുന്നതിന് ഈ ലിനൻ തുണി അവന്റെ അമ്മയ്ക്ക് ആവശ്യമായി വന്നേക്കുമെന്നും ആ മനസ്വിനി കരുതിയേക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ മകൻ മരിച്ചേ മതിയാവൂ എന്നറിയാവുന്ന പരിശുദ്ധ അമ്മ ചമ്മട്ടിയടിക്ക് ശേഷം ഈശോയെ ഭടന്മാർ പരിഹാസ രാജാവായി സ്ഥാപിക്കാൻ കാവൽപുരയിലേക്ക് കൊണ്ടുപോയ സമയം ഈശോയെ പ്രഹരിക്കാനായി കെട്ടിയിട്ട കൽത്തൂണിനെ സമീപിച്ച് വിശുദ്ധ മഗ്ദലന മറിയത്തോടും ഏതാനും ഭക്തസ്ത്രീകളോടുമൊപ്പം ആ തുണി കൊണ്ട് ഈശോയുടെ രക്തം തുടച്ചെടുത്തു. അതിൽ കുറച്ചു തുണികൾ പരിശുദ്ധ അമ്മ കരുതി വെച്ചു. അവൾ അത് തന്റെ കഴുത്തിൽ ചുറ്റി ധരിച്ചിരുന്നു. ഈശോയുടെ ശവസംസ്കാര സമയത്ത് ദൈവമാതാവ് ഈശോയുടെ ശരീരം തുടയ്ക്കുന്നതിനും മറ്റും അവ ഉപയോഗിച്ചതായും ആൻ കാതറിൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയെ വിചാരണ ചെയ്യുന്നത് മുറയ്ക്ക് മുൻപോട്ട് പോകവേ ക്ലോഡിയ ആളയച്ച് തന്റെ അഭ്യർത്ഥന തന്റെ ഭർത്താവായ പീലാത്തോസിനെ ഓർമ്മിപ്പിച്ചിരുന്നു. തന്റെ ഭീരുത്വം കൊണ്ടും യഹൂദരുമായി ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി പീലാത്തോസ് ഈശോയെ മരണത്തിന് വിധിച്ചു. ഈശോയുടെ കുരിശുമരണത്തിലൂടെ മാനവകുലം വീണ്ടെടുക്കപ്പെടുമെന്ന് അറിയാമായിരുന്ന പിശാച് ലോകരക്ഷ തടയാൻ വേണ്ടി ക്ലോഡിയയിലൂടെ നടത്തിയ ഒരു ശ്രമമായിരുന്നു അവളുടെ സ്വപ്നമെന്ന് തിരുസഭയിലെ ചില ദൈവശാസ്ത്രജ്ഞന്മാരും മാർട്ടിൻ ലൂതർ, കാൽവിൻ തുടങ്ങിയ ചില പ്രൊട്ടസ്റ്റന്റുകാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ തിരുസഭയിലെ അധികം ദൈവശാസ്ത്രജ്ഞരും വിശുദ്ധരും സ്വകാര്യ വഴിപാടുകൾ ലഭിച്ച വാഴ്ത്തപ്പെട്ട ആൻ കാതറിനും ഒറിജിൻ്റേതുപോലെയുള്ള ചരിത്രരേഖകളും സാക്ഷ്യപ്പെടുത്തുന്നത് ക്ലോഡിയയുടെ സ്വപ്നം അവൾക്ക് ക്രിസ്തുവിലേക്ക് പരിവർത്തനമുണ്ടാകാൻ ദൈവം തന്നെ നൽകിയ ദർശനമായിട്ടാണ്. പിന്നീട് ക്ലോഡിയയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ആൻ കാതറിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ശ്രവിക്കാം. പീലാത്തോസ് തന്റെ നീതിരഹിതമായ വിധി ഉച്ചരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യയായ ക്ലോഡിയ അയാൾ കൊടുത്തിരുന്ന സ്നേഹത്തിന്റെ ടോക്കൺ തിരികെ കൊടുത്തയച്ചു. സന്ധ്യയായപ്പോൾ അവൾ കൊട്ടാരം വിട്ടിറങ്ങി നമ്മുടെ കർത്താവിന്റെ മിത്രങ്ങളോട് ചേർന്നു. അവർ അവളെ ലാസറിന് ജെറുസലേമിലുണ്ടായിരുന്ന വീടിന്റെ ഒരു ഭൂഗർഭഗൃഹത്തിൽ ഒളിപ്പിച്ചു. അന്ന് തന്നെ കുറെ കഴിഞ്ഞ് നമ്മുടെ കർത്താവിന്റെ ഒരു സ്നേഹിതൻ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന മേൽത്തളത്തിന്റെ പിന്നിലുള്ള ഒരു പച്ച നിറമുള്ള കല്ലിൽ ക്ലോഡിയയുടെ പേര് കൊത്തിവെക്കുന്നത് ഞാൻ കണ്ടു. മുമ്പ് ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ജെറുസലേമിലുള്ള ഒരു പള്ളിയുടെയോ വീടിന്റെയോ അടിത്തറയിൽ ഈ കല്ല് ഇന്നും കാണാം. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഞാൻ പീലാത്തോസിനെ കണ്ടു. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്റെ ഭാര്യയെ അന്വേഷിക്കുന്നതിന് അയാൾ ഏർപ്പാടുകൾ ചെയ്തു. പക്ഷേ അവളെ തിരിച്ചു കിട്ടാനുള്ള അയാളുടെ പ്രയത്നമെല്ലാം വിഫലമായി. ജെറുസലേമിൽ ലാസറിന്റെ ഭവനത്തിൽ അവൾ രഹസ്യമായി കഴിഞ്ഞു. ആ വീട്ടിൽ വേറൊരു സ്ത്രീയും ഇല്ലാതിരുന്നതിനാൽ ആരും അവിടെ നോക്കുന്ന കാര്യം പോലും ചിന്തിച്ചില്ല. അവിടെ അവൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നതും നഗരത്തിൽ നടക്കുന്നതെല്ലാം അവളെ അറിയിച്ചിരുന്നതും വിശുദ്ധ എസ്തപ്പാനോസ് ആണ്. ക്ലോഡിയ ഒരു ക്രിസ്ത്യാനിയാവുകയും വിശുദ്ധ പൗലോസിനെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേക മിത്രമായി തീരുകയും ചെയ്തു. ക്ലോഡിയയെക്കുറിച്ച് കൂടുതലൊന്നും സുവിശേഷങ്ങളിൽ കാണുന്നില്ലെങ്കിലും വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മഞ്ഞുകാലത്തിന് മുൻപ് തന്നെ ഇവിടെ എത്താൻ നീ ശ്രമിക്കുക. എവുബ്ലോസും പൂതൻസും ലീനൂസും ക്ലൗദിയായും മറ്റെല്ലാ സഹോദരന്മാരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വചനത്തിൽ പറയുന്ന ക്ലോഡിയ ആകാൻ ഏറെ സാധ്യതയുണ്ട്. ക്ലോഡിയ ഒരു ക്രിസ്ത്യാനിയാവുകയും വിശുദ്ധ പൗലോസിനെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേക മിത്രമായി തീരുകയും ചെയ്തുവെന്ന് വാഴ്ത്തപ്പെട്ട ആൻ കാതറിനെ മറിച്ച് തന്റെ ദർശനങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ഈ വചനവും ആൻ കാതറിന്റെ ദർശനവും കൂട്ടി വായിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്ന ക്ലൗദിയ അഥവാ ക്ലോഡിയ പീലാത്തോസിന്റെ ഭാര്യയായ വിശുദ്ധ ക്ലോഡിയ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. 2-ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ തന്റെ ഹോമിലീസ് ഓൺ മാത്യു എന്ന കൃതിയിൽ പീലാത്തോസിന്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയായി മാറിയെന്ന് ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. നിക്കോദേമസിന്റെ സുവിശേഷം അഥവാ പീലാത്തോസിന്റെ നടപടികൾ എന്ന അപ്രമാണിക ഗ്രന്ഥവും ക്ലോഡിയ ഒരു ക്രിസ്ത്യാനിയായി എന്ന ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്രമാണിക ഗ്രന്ഥങ്ങൾ പരിഗണിക്കാതെ വാഴ്ത്തപ്പെട്ട ആൻ കാതറിന് ലഭിച്ച സ്വർഗീയ ദർശനങ്ങളും പൗലോസ് ശ്ലീഹായുടെ വചനവും ദൈവശാസ്ത്രജ്ഞനായ ഒരിജന്റെ സാക്ഷ്യവും ധ്യാനിക്കുമ്പോൾ അത് രണ്ടും ഒരാളാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പൗരസ്ത്യ കത്തോലിക്ക സഭകളിലും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിലും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലും ക്ലോഡിയയെ ഇന്ന് ഒരു വിശുദ്ധയായി വണങ്ങുന്നുണ്ട്. കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ സഭകളിൽ ഒക്ടോബർ 27-നാണ് വിശുദ്ധ ക്ലോഡിയയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് സ്വപ്നത്തിലൂടെ തനിക്ക് ലഭിച്ച സാക്ഷ്യത്തെ
തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നിധിയായി ക്ലോഡിയ കണ്ടു. പിന്നീട് ഒരു ക്രിസ്ത്യാനിയാകാനും വിശുദ്ധയാകാനും വിളി ലഭിച്ച ക്ലോഡിയ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്ക് എന്നും ഒരു മാതൃകയാണ്. മുഖമില്ലാത്ത വിജാതീയ ദേവന്മാരിൽ നിന്നും മുഖമുള്ള യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ ക്ലോഡിയ നമ്മുടെ അനുദിന ജീവിതങ്ങളുടെ ക്രിസ്തീയതയുടെ സാക്ഷ്യമായി മാറട്ടെ.